പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. കർണാടക കുടക് സ്വദേശി PA സലീമിനെതിരെയുള്ള വിചാരണ നടപടികളാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ ആരംഭിച്ചത്. നാടിനെ നടുക്കിയ പീഡന കേസിൽ പ്രതിക്കെതിരെ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. പടന്നക്കാട്ടെ വീട്ടിൽ കിടന്നുറങ്ങിയ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിച്ച കേസിലെ പ്രതി കർണാടക കുടക് സ്വദേശി PA സലീമിനെതിരെയുള്ള വിചാരണ നടപടികളാണ് പോക്സോ കോടതിയിൽ അതിവേഗം പുരോഗമിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിയെ ഓരോ തവണയും വിചാരണക്കായി ഹാജരാക്കുന്നുണ്ട്. സ്വന്തമായി അഭിഭാഷകനെ നിയോഗിക്കാത്തതിനാൽ ലീഗൽ അഡ്വൈസറി നിയോഗിച്ച അഭിഭാഷകനാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കുട്ടിയുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. ജഡ്ജി PM സുരേഷാണ് സാക്ഷികളെ വിസ്തരിക്കുന്നത്. കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ കുട്ടിയുടെ മാതാവിനെയും കോടതി വിസ്തരിച്ചു. 67 സാക്ഷികളുടെ വിസ്താരമാണ് കോടതിയിൽ പൂർത്തിയാകാനുള്ളത്. വിചാരണ പുരോഗമിക്കുമ്പോഴും നാടിനെ നടുക്കിയ പീഡന കേസിലെ പ്രതിയെ സഹായിക്കാൻ പ്രതിയുടെ ബന്ധുക്കളടക്കം ആരും കോടതിയിലെത്താൻ തയ്യാറായില്ല. 2024 മെയ് 15 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. 300 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുന്നതിനോ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ ഉൾപ്പെടെയുള്ള കുറ്റമാണ് പ്രതിക്കെതിരെ കുറ്റപത്രത്തിലുള്ളത്. പുലർച്ചെ വല്യച്ഛൻ പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയ സമയം തുറന്നുവെച്ച വാതിലിൽ കൂടി അകത്ത് കയറിയായിരുന്നു ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിയെടുത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചത്. മോഷ്ടിച്ച കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ കേസിൽ 2ാം പ്രതിയാണ്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി ഇതേ പോക്സോ കോടതിയിൽ മറ്റൊരു വിചാരണ കൂടി നേരിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.